ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കടായി വെച്ചു, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തിട്ടു, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇവനൊന്ന് വഴണ്ടി വരുന്ന സമയത്തേക്ക് ഇവനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ജാർ എടുത്ത് വെച്ചു, അതിലേക്ക് അല്പം മല്ലിയില ഇട്ടു, ഒരു 10 വെളുത്തുള്ളി ഇട്ടു, 3-4 കഷ്ണം ഇഞ്ചി കഷ്ണം ഇട്ടു, ഒരു പച്ചമുളക് ഇട്ട്, 5-10 അണ്ടിപ്പരിപ്പിട്ട്, അല്പം വെള്ളം കൂടി വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ച് വരാം. ഇതൊന്ന് അരച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളെ സവോളയൊക്കെ ഇവിടെ കിടന്ന് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വേണ്ടവർക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി മസാലയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് തക്കാളിയിലൊക്കെ പിടിച്ച് വരുന്നതൊക്കെ നന്നായിട്ട് ഇളക്കി വഴറ്റിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അരപ്പും കൂടി അങ്ങ് ഒഴിച്ച് ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് അവതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഈ അരപ്പും ഈ മസാലയും എല്ലാം കൂടി ഒന്ന് പിടിച്ച് വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് കുറുക്കി കൊണ്ടുവരണം. അങ്ങനെ ഇളക്കി നന്നായി കുറുക്കി വന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയം വരെ ഇതിനെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്തേക്കും ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. നമ്മുടെ മുട്ട ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൈ ബൈ.